അനന്തകോടി പ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന മഹാദേവൻ തന്റെ ദിവ്യ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റു. അവിടുത്തെ തേജസ്സിൽ കൈലാസം മുഴുവൻ പ്രകാശിച്ചു നിന്നു. തുടർന്ന് അദ്ദേഹം നാരദ മഹർഷിയെ അവിടേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നാരദ മഹർഷി, ധർമ്മത്തിന് കോട്ടം തട്ടിയ ഈ ലോകത്ത് എന്റെ സാന്നിധ്യം അനിവാര്യമായിരിക്കുന്നു. ഞാൻ ഉടൻ തന്നെ ഭൂമിയിലേക്ക് യാത്രയാവുകയാണ്. നാരദർ വിനയത്തോടെ തലകുനിച്ചു. എന്നാൽ അടുത്ത വാക്ക് കേട്ടപ്പോൾ മഹർഷിയുടെ കണ്ണുകൾ വിടർന്നുപോയി. ഞാൻ തിരികെ വരുന്നതുവരെ ഈ കൈലാസത്തിന്റെ പരമാധികാരിയായി എന്റെ സ്ഥാനത്തിരിക്കേണ്ടത് നന്ദിയായിരിക്കും. ഈ പ്രഖ്യാപനം കേട്ട് സദസ്സിലുണ്ടായിരുന്ന ദേവന്മാരും മഹർഷിമാരും ഒരു നിമിഷം നിശബ്ദരായി. എന്തൊരു വിസ്മയം! അവരുടെ മനസ്സുകൾ മന്ത്രിച്ചു. ത്രിമൂർത്തികളിൽ ഒരാളായ മഹാദേവന്റെ സിംഹാസനത്തിൽ മറ്റൊരാൾക്കോ, അതും വെറുമൊരു പ്രവേശന കവാടത്തിലെ കാവൽക്കാരനായ നന്ദിക്കോ? അവരുടെ ചിന്തകൾ അത്ഭുതത്തിന്റെ കൊടുമുടിയിലായിരുന്നു. ആന്തരിക ചിന്തകൾ പോലും അറിയാവുന്ന മഹാദേവൻ പുഞ്ചിരിച്ചു. അവിടുന്ന് നന്ദിയുടെ നിഗൂഢമായ മഹത്വത്തെക്കുറിച്ച് ആദ്യമായി സംസാരിക്കാൻ തുടങ്ങി. അക്ഷരം പ്രതി അത് ഓരോരുത്തരിലും ഒരു വിസ്മയം തീർത്തു. നാരദ മഹർഷി, നിങ്ങൾ നന്ദിയെ ഒരു കാവൽക്കാരനായി കാണരുത്. ഭക്തിയുടെ കാര്യത്തിൽ അവൻ എനിക്ക് തുല്യനാണ്. കാലത്തിന്റെ ആരംഭത്തിൽ തന്നെ സർവ്വ ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ അവൻ പ്രകടമായതാണ്. നന്ദി വെറും ഒരു കാളയല്ല, അവൻ ധർമ്മത്തിന്റെ മൂർത്തി ഭാവമാണ്. നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രത്തിന്റെ ജീവിക്കുന്ന രൂപമാണവൻ. എന്നെ വഹിച്ചുകൊണ്ട് ഈശ്വരന്റെ ഭാരം താങ്ങി അവൻ എപ്പോഴും എന്നെ താങ്ങി നിർത്തുന്നു. ഈ പ്രപഞ്ചത്തിൽ നന്ദിക്ക് സമാനതകളില്ല. ഭഗവാന്റെ വാക്കുകൾ ഓരോന്നായി അഗ്നികണികകൾ പോലെ സദസ്സിൽ വീണു. അവൻ വെറും ശിഷ്യനല്ല, സിദ്ധന്മാർക്കും ഋഷിമാർക്കും മാത്രമല്ല, ഈ ശൈവ പാരമ്പര്യത്തിന്റെ മുഴുവൻ ആദിഗുരു അവനാണ്. എന്റെ നെറ്റിയിലെ മൂന്നാം കണ്ണ് തുറന്ന് പ്രളയം സൃഷ്ടിച്ചാൽ പോലും അഗ്നിയിൽ ദഹിച്ചു പോകാതെ എന്റെ മുൻപിൽ ശാന്തനായി നിലകൊള്ളാൻ കഴിവുള്ള ഒരേ ഒരാൾ നന്ദി മാത്രമാണ്. നാരദ മഹർഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. ദേവന്മാർ കൈകൂപ്പി നിന്നു. ഓർക്കുക, മഹാദേവൻ തുടർന്നു, നന്ദിയുടെ അനുമതിയില്ലാതെ ആർക്കും എന്നെ കാണാൻ സാധിക്കുകയില്ല. അളവില്ലാത്ത ശക്തികൾ നൽകിയിട്ടുള്ളത് കൊണ്ട് അവൻ അധികാര നന്ദി, അതായത് പരമാധികാരമുള്ള നന്ദി എന്ന പേരിലും അറിയപ്പെടുന്നു. നന്ദിയെ ആരാധിക്കാതെ ഒരാൾക്ക് എന്റെ അടുക്കൽ എത്താൻ കഴിയുകയില്ല. എന്നാൽ ഒരാൾ അവനെ മാത്രം ആരാധിച്ചിട്ട് പോയാൽ പോലും എന്നെ ആരാധിക്കുന്നതിന്റെ പൂർണ്ണ ഫലം അവർക്ക് ലഭിക്കുന്നതാണ്. അവസാനമായി കൈലാസനാഥൻ തന്റെ ദിവ്യ രഹസ്യം വെളിപ്പെടുത്തി. എല്ലാത്തിനും ഉപരിയായി നന്ദി എന്റെ മറ്റൊരു രൂപമാണ്. നന്ദി ഞാനാണ്, ഞാൻ തന്നെയാണ് നന്ദിയും. അത് കേട്ട് കൈലാസം മുഴുവൻ ഭക്തിയുടെയും വിസ്മയത്തിന്റെയും തിരമാലയിൽ മുങ്ങിപ്പോയി. നന്ദിയുടെ മഹത്വം മനസ്സിലാക്കിയ ദേവഗണങ്ങൾ മഹാദേവന്റെയും നന്ദിയുടെയും പാദങ്ങളിൽ നമസ്കരിച്ചു. മഹാദേവൻ നന്ദിയുടെ നിഗൂഢമായ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം തത്പുരുഷായ വിദ്മഹേ ചക്രതുണ്ടായ ധീമഹി തന്നോ നന്ദി പ്രചോദയാൽ.